Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ് കോളേജിയറ്റ് എഡ്യൂക്കേഷന്റെ സിലബസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം പ്രതീക്ഷിക്കുന്നു. അതിന്റെ കാരണവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ലിസ്റ്റിന്റെ കാലാവധി സെപ്റ്റംബർ മാസത്തിൽ ഫിനിഷ് ചെയ്യാൻ പോവാണ്. സോ PSC യൂഷ്വലി പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് ഒരു പോസ്റ്റിന്റെ ഓൾറെഡി ഉള്ള ലിസ്റ്റ് കഴിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ച് അതിന്റെ പ്രൊസീജിയേഴ്സുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ PSC. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. സോ നിങ്ങൾ നിർബന്ധമായും ഇതിന്റെ പ്രിപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് പോയിരിക്കണം, പഠിച്ചു തുടങ്ങണം. ഇതാണ് ഇതിനേക്കാൾ മുമ്പുള്ള സിലബസ്. എന്തായാലും ഈ സബ്ജക്റ്റുകളിലൂടെ എന്തായാലും നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും. സോ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ സിലബസ് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. നമുക്കറിയാം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണ്, പാറ്റേൺ ഡെപ്തിൽ പഠിക്കാനുണ്ട്. സോ ആ രീതിയിലുള്ള ഒരു ഇൻഡെപ്ത് കോച്ചിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും നമ്മുടെ സ്ഥാപനത്തിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ സീറ്റ് ഉറപ്പാക്കുക. അഡ്മിഷൻ ഓപ്പൺ ആണ്, ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. ഇതിനേക്കാൾ മുമ്പുള്ള സിലബസ് ആണ്. ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ എന്ന് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ പറയുന്ന ടോപ്പിക്കുകൾ എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ചെറിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നാലായി. എന്തായാലും സബ്ജക്റ്റ് മാത്രമാണ് വരുന്നത്, വേറെ കാര്യങ്ങളൊന്നും വരാറില്ല. അതും ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഡെപ്തിൽ ഇതിൻ്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം, 10 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഒന്നും കുറച്ച് പരിപാടികളില്ല, ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഇതിൽ ആദ്യത്തെ മൊഡ്യൂൾ വരുന്നത് റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം റിസർച്ച് മെത്തഡോളജിയുടെ ബേസും അതുപോലെ തന്നെ QT മൊത്തത്തിൽ ഇതിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ സയൻസ്, റിസർച്ച്, അതിൻ്റെ ടൈപ്സ് ഓഫ് റിസർച്ച്, റിസർച്ചിൻ്റെ പ്രോസസ്സ്, സ്കെയിലിങ്, ബേസിക്സ് മൊത്തം, ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ, ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കണം നമ്മൾ. ക്രോസ് സെക്ഷണൽ ആൻഡ് ടൈം സീരീസ് റിസർച്ച് ഡിസൈൻ, ടൈപ്സ് ഓഫ് ഡാറ്റ, സാമ്പിളിങ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കണ്ടോ മൊത്തത്തിലുണ്ട്. ഞാൻ എന്തായാലും മൊഡ്യൂൾ വൈസ് അനാലിസിസ് സെപ്പറേറ്റ് ചെയ്യും. ഓരോ മൊഡ്യൂൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് QTയുടെ പാർട്ടാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, കോറിലേഷൻ, റിഗ്രഷൻ, കൈ സ്ക്വയർ, T ടെസ്റ്റ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. ദെൻ പിന്നെ ഡെപ്തിൽ നെക്സ്റ്റ് ലാസ്റ്റ് ഏരിയയിൽ വരുമ്പോൾ ഇക്കണോമെട്രിക്സ്. ഇത് നിങ്ങൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവില്ല, ഡിഗ്രിക്കും PGക്കൊന്നും പഠിക്കാത്ത ഏരിയയാണ്. ടെക്നിക്സ്, ഇക്കണോമെട്രിക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ മെത്തഡോളജി, ഇക്കണോമെട്രിക്സിനെ മോഡൽസ്, പിന്നെ ഓർഡിനറി, ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഈ ലാസ്റ്റ് ഏരിയാസ് പലപ്പോഴും ഡെപ്തിൽ നിങ്ങൾ MCOന് പഠിക്കാൻ സാധ്യത കുറവാണ്. സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ നമ്മൾ ഇതിലൊരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. എല്ലാതും കവർ ചെയ്ത് പോകണം, ഒന്നും വിടാൻ പാടില്ല. കാരണം ഓരോ മാർക്കിനും വിലയാണ്. ദെൻ നോർമാലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, നോർമാലിറ്റി ടെസ്റ്റ് വെറുതെ ബൈ ഹാർട്ട് പഠിക്കില്ലല്ല, കൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ലീനിയർ റിലേഷൻഷിപ്പ് ഓഫ് വാരിയബിൾ, APA MLA സ്റ്റൈല്, പിന്നെ ബിബ്ലിയോഗ്രഫി, സൈറ്റേഷൻ, പ്ലേജറിസം, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ മൊത്തം പറിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ PGക്ക് പഠിക്കാത്ത കാര്യങ്ങളും ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1, റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. രണ്ടാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ആണ്. ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒരു എഡ്ജ് ഉണ്ടാവും. മാർക്കറ്റിംഗ് ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇത് പുതിയ ടോപ്പിക് ആയിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, MCOM പഠിക്കുമ്പോൾ നിർബന്ധമായും ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുക്കുക. നിങ്ങൾക്ക് എന്തായാലും അത് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആവുന്നുള്ളത് കുട്ടികൾക്ക് എപ്പോഴും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ള. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്, പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസസ്, മണി മാർക്കറ്റ് സർവീസസ്, ഇതൊക്കെ ബേസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സെബിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഓൺലൈൻ ട്രേഡിംഗ്, ഇൻസൈഡർ ട്രേഡിംഗ്, ഫണ്ട് ബേസ്ഡ്, ഇതൊക്കെ ബേസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കാര്യങ്ങളാണ് നെക്സ്റ്റ് വരുന്നത്. അതിലെ കോർപ്പറേറ്റ് ആൻഡ് പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ്, വാരിയസ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്, കോമ്പോണൻസ് ഓഫ് പേഴ്സണൽ ഫിനാൻസ് കൂടുതൽ ഉണ്ട്. ഫിനാൻഷ്യൽ ലിറ്ററസി, ബിഹേവിയറൽ ഫിനാൻസ്, അതിൻ്റെ തിയറീസ്, rationality in decision, theories of modern finance, behavioral finance, behavioral biases,
ഓൺ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്, വേസ് ടു ഓവർകം ബയാസസ്, ഫിനാൻഷ്യൽ മോഡലിംഗ്, ഇതൊക്കെയാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസിന്റെ ബേസും ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കാര്യങ്ങളാണ് മൊഡ്യൂൾ നമ്പർ 2 അപ്പോൾ ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ പഠിച്ചുള്ള കുട്ടികൾക്ക് ഇത് അത്യാവശ്യം അറിയുന്ന ഏരിയ ആണ്. ഇതിൽ ബിഹേവിയറൽ ഫിനാൻസ് പലപ്പോഴും നിങ്ങൾ അത്രത്തോളം ഡെപ്തിൽ പഠിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി മൊഡ്യൂൾ നമ്പർ 3. ഇപ്പം നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഡിഗ്രിക്ക് പഠിച്ചത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എംകോമിന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഏരിയ, എസ്പെഷ്യലി ഡെറിവേറ്റീവ്സിന്റെ കാര്യങ്ങൾ. ഇപ്പം മൊഡ്യൂൾ നമ്പർ 3 അതാണ് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള. ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിൽ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഇവിടെയാണ് നമുക്ക് വരുന്നത്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, സെക്യൂരിറ്റി അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, EMH, ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി, അസംപ്ഷൻ, മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ പ്രോസസ്, ഷാർപ്പ് സിംഗിൾ ഇൻഡെക്സ് മോഡൽ, കൺസ്ട്രക്ഷൻ ഓഫ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ, ഇതൊക്കെ കൺസെപ്റ്റ് ഓഫ് ലെൻഡിങ് ബോറോയിങ്, പിന്നെ CML, ദെൻ SML, ഫാക്ടർ മോഡൽ, ആർബിട്രേജ് പ്രൈസിംഗ് തിയറി, പോർട്ട്ഫോളിയോ റിസ്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. പിന്നെ അതിനുശേഷമാണ് നമ്മൾ ഡെറിവേറ്റീവ്സിന്റെ ഏരിയയിലോട്ട് പോകേണ്ടത്. ഇപ്പോൾ ട്രൈനർ കണ്ടോ, ഇതൊക്കെ നമ്മൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ പഠിക്കുന്നതാണ്. ലാസ്റ്റ് ഏരിയ ആണ് ഡെറിവേറ്റീവ്സ് വരുന്നത് കേട്ടോ. ഡെറിവേറ്റീവ്സ് എന്താണ്? ഡെറിവേറ്റീവ്സ് അണ്ടർലൈങ് അസറ്റ്സ്, മാർജിൻ റിക്വയർമെന്റ്സ്, സെറ്റിൽമെന്റ് ഓഫ് ട്രാൻസാക്ഷൻ, ലോഡ് സൈസ് എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ആൻഡ് OTC ഡെറിവേറ്റീവ്സ്, അതിന് മാർക്കറ്റ്, പിന്നെ ഡെറിവേറ്റീവ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ്, കറൻസി ഡെറിവേറ്റീവ്സ്, കമ്മോഡിറ്റി, ഫോർവേഡ്, ഫ്യൂച്ചർ, അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാനുണ്ട്, സ്വാപ്പ് അടക്കം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റും ഡെറിവേറ്റീവ്സും കൂടിയിട്ടുള്ളതാണ് മൊഡ്യൂൾ നമ്പർ 3. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ പോക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം എന്തുകൊണ്ട് ഞാൻ ഇതിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. ഇപ്പൊ പഠിച്ചു തുടങ്ങിയാലേ കാര്യമുള്ളൂ എന്നുള്ളത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അത്രത്തോളം സിലബസ് കവർ ചെയ്യാനുണ്ട്. നമുക്ക് ജസ്റ്റ് പാസ് മാർക്ക് അല്ലല്ലോ നമ്മുടെ എയിം. ലിസ്റ്റിൽ ഇടം പിടിക്കണമെങ്കിൽ ഡെപ്തിൽ കാര്യങ്ങൾ കവർ ചെയ്ത് പോകണം. പിന്നെ ടാക്സ്, മൊഡ്യൂൾ നമ്പർ 4 ഇൻകം ടാക്സ് ആൻഡ് GST കംപ്ലീറ്റ് ഉണ്ട്. ഇൻകം ടാക്സ് എല്ലാതും പഠിക്കണം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അതിനെ പറ്റിയുള്ള മൊത്തം കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. 5 ഹെഡ്സ്, ഗ്രോസ് ടോട്ടൽ ഇൻകം, അസസ്മെന്റ് ഓഫ് കമ്പനി, ഫേം, HUF, എംകോമിനെ പഠിച്ചിട്ടുള്ള 3rd സെമസ്റ്റർ 4th സെമസ്റ്റർ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ GSTയും കംപ്ലീറ്റ് ഉണ്ട്. GST ഒക്കെ നിങ്ങൾ എത്രത്തോളം ഡെപ്തിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ GST തൊട്ട് പോയിട്ടുള്ളൂ. അങ്ങനെ പഠിച്ചാൽ പോരാ. അതിൻ്റെ മെയിൻ ക്ലാരിറ്റി, അതിൻ്റെ പ്രോപ്പർ ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. സോ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുന്നതായിരിക്കും. GST, അതിൻ്റെ ചലഞ്ചസ്, അതിൻ്റെ ടൈപ്സ്, അതൊക്കെയാണ്. സപ്ലൈ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്ലൈ, ഇതൊക്കെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻകം ടാക്സും GSTയും ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും കംപ്ലീറ്റ് നമ്മുടെ സിലബസിൽ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 5 അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അതും നോക്കിയാൽ കാണാം ഏറ്റവും മോഡേൺ ടെക്നിക്സിന്റെ കാര്യങ്ങൾ മുതൽ നമ്മൾ ആദ്യം ഇപ്പോൾ 5th സെമസ്റ്റർ BComനൊക്കെ പഠിക്കുന്ന ആ ബേസ് എല്ലാതും കവർ ചെയ്തിട്ടുണ്ട് സിലബസ്. മെറ്റീരിയൽ, ലേബർ ഓവർഹെഡ്, മാർജിനൽ കോസ്റ്റിംഗ്, റോൾ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുപോലും വിട്ടിട്ടില്ല. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, ദെൻ ട്രാൻസ്ഫർ പ്രൈസിംഗ്, PV റേഷ്യോയുടെ ഏറ്റവും പുതിയ കാര്യങ്ങൾ, സ്കിമ്മിങ്, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, EPM, സ്ട്രാറ്റജിക് മാപ്പ്, ഇതിനൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ERP, TPM, പാരറ്റോ അനാലിസിസ്, ഓക്കെ, JAT, പ്രൊജക്ട് ലൈഫ് സൈക്കിള്, അങ്ങനെ എല്ലാതും കവർ ചെയ്ത് പഠിക്കാനുണ്ട്. കുറച്ചൊന്നല്ല പഠിക്കാനുള്ള കേട്ടോ. വീണ്ടും പറയണം, കുറച്ചൊന്നല്ല, ഡെപ്തിൽ പഠിക്കാനുണ്ട്. അതാണ് മൊഡ്യൂൾ നമ്പർ 5. ഇനി മൊഡ്യൂൾ നമ്പർ 6 കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. എഗെയിൻ ഏറ്റവും എന്താണ് ലേറ്റസ്റ്റ് കാര്യങ്ങളടക്കം ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് എന്തായാലും ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇട്ടാലും ഇതൊക്കെ എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതാണ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, IFRS, Ind AS, ഇൻഷുറൻസ് ക്ലെയിംസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്സ്, ഹോൾഡിംഗ് കമ്പനി, പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, അമാൽഗമേഷൻ, അതിൻ്റെ ടൈപ്സ്, അമാൽഗമേഷൻ്റെ എല്ലാ കാര്യങ്ങളും, പിന്നെ ലിക്വിഡേഷൻ, എംകോമിന് പഠിച്ചുള്ള തന്നെ, ഹോൾഡിംഗ് കമ്പനി, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, വോയേജ്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ ഇൻകംപ്ലീറ്റ് വോയേജ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, ഫോറൻസിക്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇൻവെസ്റ്റ്മെന്റ്, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്, അങ്ങനെ മറ്റൊരു മൊഡ്യൂൾ അക്കൗണ്ടിങ് ആണ്. നെക്സ്റ്റ്
ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ്, അവിടെയും ഫിനാൻസ് പഠിച്ചുള്ള കുട്ടികൾക്ക് ഒരു എഡ്ജ് ഉണ്ട്, അല്ലാത്തവർ പഠിക്കുക. ഇന്റർനാഷണൽ ബിസിനസിന്റെ സ്റ്റേജസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ, ഒരുപാട് ടെക്നിക്കൽ ടൈംസ് കവർ ചെയ്യേണ്ട ഒരു മൊഡ്യൂളാണത്. ഫ്രാഞ്ചൈസിങ്, ജോയിന്റ് വെഞ്ചർ, സ്ട്രാറ്റജിക് അലയൻസ്, ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ്, കസ്റ്റം യൂണിയൻ, പിന്നെ സാർക്ക്, ആസിയാൻ, ഒപെക്, ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, IMF, WTO, FPI. ദെൻ നോക്കിയേ എത്രത്തോളം ഏരിയാസ് കവർ ചെയ്യേണ്ടെന്നുള്ള. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ക്യാഷ്, സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്, സ്വിഫ്റ്റ്, സ്പോട്ട് ഫോർവേഡ്. ദെൻ ലാസ്റ്റ് ഏരിയയിലോട്ട് വരുന്ന സമയത്ത് ഫിനാൻസിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അസെറ്റ് മാർക്കറ്റ് മോഡൽ, ബാലൻസിങ് എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് റുപ്പി, മാർക്കറ്റ് സ്വാപ്പ്, മാർക്കറ്റ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ടൈപ്സ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് മൊഡ്യൂൾ നമ്പർ 7 വരുന്നത്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 8, മാനേജ്മെന്റ് ആൻഡ് OB. കുട്ടികൾക്ക് കുറച്ച് താല്പര്യമുള്ളതാണ്, പക്ഷേ ഇതൊക്കെ ഡെപ്തിലുള്ള മറ്റൊരു ഏരിയ ആണ്. ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ്, ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തൊട്ട് ബേസ് മുതൽ എല്ലാതും ഉണ്ട്. ജപ്പാനീസ് മാനേജ്മെന്റ്, പിന്നെ അതിനുശേഷം TQM, ഏറ്റവും വലിയ വലിയ കാര്യങ്ങളടക്കം, തിയറീസ് ഓഫ് മോട്ടിവേഷൻ, നേച്ചർ, സ്കോപ്പ്, ഫങ്ഷൻസ്, ജോബ് അനാലിസിസ്, റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, പിന്നെ OBയുടെ കാര്യങ്ങളൊക്കെ, ബിൽഡിംഗ് സെൽഫ് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, TQM, അതിൻ്റെ പില്ലേഴ്സ്. അപ്പോൾ OB മാനേജ്മെന്റ് ഡെപ്തിൽ കാണാൻ സാധിക്കും. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 9, കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. കോർപ്പറേറ്റ് ഗവർണൻസ്, ഇവല്യൂഷൻ, മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എ കോർപ്പറേറ്റ് ബോഡി, പ്രിൻസിപ്പിൾസ്, കമ്മിറ്റീസ്, തിയറീസ്, സെബി ഗൈഡ് ലൈൻസ്, ഇതൊക്കെയാണുള്ള. CSRനെ പറ്റിയുള്ള കാര്യങ്ങൾ ലാസ്റ്റ് ഏരിയയിലോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും. ഡയറക്ടേഴ്സ് അപ്പോയിൻമെന്റ്, റെമ്യൂണറേഷൻ, പവേഴ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ്, ബോർഡ് മീറ്റിംഗ്സ്. ദെൻ വിസിൽ ബ്ലോയിങ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് കോർപ്പറേറ്റ് ഗവർണൻസ്. ലോ ആൻഡ് എത്തിക്സിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫൈനലി ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ. FM ആണ്, ഡിസിഷൻസ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പോൾ ഞാൻ അതാ പറഞ്ഞ, ഫിനാൻസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് എന്തായാലും ഒരു എഡ്ജ്, ഇല്ലാത്തവർ ഇത് പഠിക്കുക. ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, EBIT, ഇതൊക്കെ ഡെപ്തിൽ പഠിക്കണം കേട്ടോ. കൺസെപ്റ്റ് ഒക്കെ ഏതോർക്കത്തിൽ ജലം കിട്ടുന്ന പോലെ അറിയണം, കാരണം ഡിസ്ക്രിപ്റ്റീവ് ആണ് പാറ്റേൺ. ഓക്കെ, ഡിവിഡൻഡ് ഡിസിഷൻ, വാട്ടേഴ്സ് മോഡൽ, ഡിവിഡൻഡ് ഡിസിഷനെ പറ്റിയുള്ള കാര്യങ്ങൾ. ദെൻ അതിനുശേഷം മാനേജ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ലിക്വിഡിറ്റി. ദെൻ ലാസ്റ്റ് ഏരിയയിലോട്ട് വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ്റെ ഡീറ്റെയിൽ കാണാം. NPV, IRR, പ്രോഫിറ്റബിലിറ്റി. പിന്നെ നമ്മൾ MCOM പഠിച്ചിട്ടുള്ള എല്ലാ മെത്തേഡ്സ് ഓഫ് അസസിങ് റിസ്ക്, പ്രോബബിലിറ്റി, മോണ്ടി കാർലോ സിമുലേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലാസ്റ്റ് ഏരിയയിൽ കാണാം. ഇതാണ് നമ്മുടെ 10 മൊഡ്യൂള് അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സിൻ്റെ സിലബസിൽ വരുന്നത്. അപ്പം നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ നോക്കുകയാണെങ്കിൽ കഴിയില്ല, കാരണം അത്രത്തോളം പഠിക്കാനുണ്ട്. ദെൻ പഠിക്കുമ്പോൾ നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. ദെൻ കോമ്പറ്റീഷൻ അത്രത്തോളം ഉള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ അണ്ണുകിട നമ്മൾ പറക്കി പഠിക്കണം. പഠിക്കുന്നത് വ്യക്തമായിട്ട് പഠിക്കണം. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ച്, അതും ധൃതിയില്ലാണ്ട്. നമുക്ക് ധൃതിയില്ല, അതിനാണ് ഇപ്പോൾ പഠിച്ചു തുടങ്ങാൻ പറയുന്നത്. സാവധാനം ഓരോ ദിവസം കുറച്ചീശെ കംപ്ലീറ്റ് ചെയ്ത് പോകണം. അങ്ങനെ പോയാലേ കാര്യമുള്ളൂ. അതല്ലെങ്കിൽ ഇവിടെ ആകെ എന്ത് ചെയ്യും, കഴിഞ്ഞു പോകും. കാരണം ഇതിൻ്റെ പഠന രീതി വേറെയാണ്. ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അല്ലെങ്കിൽ വേറെ മറ്റ് കോച്ചിങ്ങൾ കൊടുക്കുന്ന PSCയുടെ തന്നെ MCQ ആണ് പാറ്റേൺ. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, ഇവിടെ വേറെയാണ്. അപ്പോൾ ഓരോ എക്സാം അനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റൈലും മാറ്റണം. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനലിൽ ഇനി അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓരോ ദിവസം ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു സീരീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഒക്കെ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഏറ്റവും മോസ്റ്റ് പ്രീമിയം ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ഹൈ ക്വാളിറ്റി ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.